കാടിനുള്ളിലൂടെ വന്യമൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് ഒരു ജീപ്പ് സഫാരി എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവില്ലേ? ഇതാണ് മുതുമലൈ ടൈഗർ റിസർവ്. 4200 രൂപയാണ് കേട്ടോ 1 അവർ റൈഡിന് ഇവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ചാടി കയറി ജീപ്പിലൊക്കെ കയറിയിരുന്നപ്പോൾ ഫ്രണ്ടിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, സീയിങ് ആനിമൽസ് ഇസ് എ മാറ്റർ ഓഫ് ലക്ക്. പക്ഷെ നമ്മൾ അത്ര അൺലക്കി ഒന്നല്ലായിരുന്നു. ഫസ്റ്റ് എന്നെ സ്പോട്ട് ചെയ്തത് ഇവനെയാണ്. ആശാന് സ്വന്തം സൗന്ദര്യത്തിൽ നല്ല മതിപ്പാണെന്ന് തോന്നുന്നു. പീലിയൊക്കെ വിടർത്തി ഒരേ ഷോ ഓഫ് തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ സ്പോട്ട് ചെയ്തത് ഒരു മാൻകൂട്ടത്തെയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് മാനുകളുണ്ട്. ഒരുപാട് ദൂരം കാടിനുള്ളിലൂടെ നോക്കിയിട്ടും ആനിമൽസിനെ ഒന്നും കണ്ടില്ല. ഒരു മിന്നായം പോലെ കരടിയെ കണ്ടു കേട്ടോ. പക്ഷെ ആളത്ര തൽപരകക്ഷി അല്ലാത്തതുകൊണ്ട് നമ്മളെ കണ്ടതും കാട്ടിനുള്ളിലേക്ക് ഒരൊറ്റ ഓട്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കണ്ടതേ വേറൊരു പീക്കോക്ക്. അങ്ങനെ കുറച്ച് ദൂരം അനിമൽസിനെ ഒന്നും കാണാതെ മുന്നോട്ട് പോയിട്ട് പിന്നെ കണ്ടതേ ഈ ആശാനെയാണ്. ആളവിടെ വളരെ സമാധാനമായിട്ട് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും കാടിനുള്ളിലൂടെയുള്ള ഈ ജീപ്പ് സഫാരി വേറെ തന്നെ ഒരു അനുഭവമായിരുന്നു കേട്ടോ. വന്യമൃഗങ്ങളെയൊക്കെ അവരുടെ തന്നെ ഹാബിറ്റാറ്റിൽ വെച്ചിട്ട് ഇത്രയും അടുത്ത് കാണാൻ പറ്റുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഒരു മാൻകൂട്ടത്തെ കണ്ടു. മാനുകളും മയിലുകളും ഈ കാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. കടുവേനും കഴുതപ്പുലിനെയും കാണാനുള്ള ഭാഗ്യമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ വളരെ അട്രാക്റ്റീവായി തോന്നിയൊരു അനിമലായിരുന്നു കുരങ്ങന്മാർ. ലങ്കൂർ കുരങ്ങന്മാരാണ് കേട്ടോ ഇവിടെ കോമൺ ആയിട്ടുള്ളത്. പിന്നെ അതേ ഒരാൾ നമ്മളെ ജീപ്പിൻ്റെ തൊട്ടടുത്ത് വന്ന് കിടക്കുന്നു. എത്ര വേണേലും ഫോട്ടോ എടുത്തു എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു.